വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. നാളെ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നരേന്ദ്രമോദി വൈകിട്ട് തിരുവനന്തപുരത്തെത്തുകയാണ്. ഇതിനിടെ വിഴിഞ്ഞം പദ്ധതിയിൽ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ച് വിഴിഞ്ഞത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകൾ പതിച്ചു. പദ്ധതിയുടെ തുടക്കം ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്തെന്നാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ പറയുന്നത്. മോദിക്ക് നന്ദി പറഞ്ഞ BJPയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷണിക്കാത്തതിൽ പരിഭവമില്ല എന്നും ക്രെഡിറ്റ് എടുത്ത് മുഖ്യമന്ത്രി എട്ടുകാലി മമ്മുഞ്ഞാകാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. വിശദാംശങ്ങളുമായി അരുൺ സോളമനും റാഹിസ് റഷീദുമുണ്ട്. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ, ഇപ്പോൾ വിഴിഞ്ഞം കമ്മീഷനിംഗ് നാളെയാണ്. പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് എത്ര മണിയോടുകൂടി എത്തുന്നു? അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? സ്മൃതി, ഇന്ന് വൈകുന്നേരം 7:50 തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്നും നേരെ ഇന്ന് രാത്രി വിശ്രമിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്ഭവനിലാണ്. ഇതിൽ പ്രധാനമായിട്ടും കർശനമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏകദേശം തലസ്ഥാന നഗരത്ത് 3000-ഓളം വരുന്ന പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രാജ്ഭവൻ വരെ 1000-ഓളം വരുന്ന പോലീസ് സേനയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖം വരെ 2000-ഓളം വരുന്ന സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കരയിലും കടലിലുമായിട്ടുള്ള ഒരു സുരക്ഷയാണ് നിലവിൽ ഉറപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബോംബ് ഭീഷണി തുടർച്ചയായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കർശനമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം നടത്തി വരികയാണ്. നിലവിൽ നാളെ രാവിലെ 10 മണിയോടുകൂടി ഏകദേശം 9:30 തന്നെ രാജ്ഭവനിൽ നിന്ന് നേരെ പാങ്ങോടുള്ള മിലിറ്ററി ക്യാമ്പിലേക്കായിരിക്കും പ്രധാനമന്ത്രി കടന്നു പോകുക. അവിടെ വെച്ച് അവിടെ നിന്ന് ഹെലിപ്പാഡിൽ തിരിച്ച് 10:30 തന്നെ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞത്തെത്തുമ്പോൾ തന്നെ MSC തന്നെ സെലിസ്റ്റിനോ മാരസ്ക എന്ന് പറയുന്ന ഒരു മദർഷിപ്പ് കൂടി എത്തുന്നുണ്ട്. അതിനെ സ്വീകരിച്ചതിന് ശേഷം വിഴിഞ്ഞത്തെ ഈ ഒരു അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം 11 മണിയോടുകൂടിയായിരിക്കും രാജ്യത്തെ അല്ലെങ്കിൽ ഈ വരുന്ന 10,000-ഓളം വരുന്ന മലയാളികളെയും ഒന്നടങ്കം വരുന്ന മനുഷ്യന്മാരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമ്മീഷനിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മറ്റൊന്ന് സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം മുക്കോല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനോടകം തന്നെ ഈ വിഴിഞ്ഞത്തെ ഈ പദ്ധതിയെ സ്വന്തമാക്കാനായിട്ട് വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണെന്ന് നിരന്തരം രാഷ്ട്രീയ പാർട്ടികൾ അടിവെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വിഴിഞ്ഞത്തും ആ തരത്തിൽ പോസ്റ്ററുകൾ വന്നിരിക്കുന്നു. പറഞ്ഞോളൂ സ്മൃതി. ഇപ്പോൾ നമുക്ക് ഈ ഫ്ലെക്സ് കണ്ടാൽ അറിയാം, ഇടതുപക്ഷത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ സമാനമായിട്ട് BJPയും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. ഇതിൽ VSന്റെയും CIT വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ VSന്റെയും പിണറായിയുടെയും ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിശ്ചയദാർഢ്യം കരുത്താക്കി മാറ്റിയ നവകേരള ശില്പികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ CPMന്റെ കോവളം ഏരിയ കമ്മിറ്റിയും CIT അടക്കമുള്ള പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഞാൻ റാഹിസ് റഷീദിലേക്ക് കൂടി പോകുന്നു. റാഹിസ്, ഇപ്പോൾ വിഴിഞ്ഞം ആരുടെ കുഞ്ഞ് എന്നുള്ള തർക്കത്തിലേക്ക് പോയിരിക്കുന്നു. കമ്മീഷനിംഗ് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുമില്ല. ക്ഷണിക്കാത്ത പലരും പ്രതികരണവുമായി ഇതിനകം രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നേതാക്കൾ ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നത്? സ്മൃതി, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 മുന്നണികളും ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അവരുടേതായ പബ്ലിസിറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും LDF സംസ്ഥാനം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, തുടർച്ചയായി 2 തവണയും LDF ഭരിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി പൂർണ്ണമായും LDF സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന നിലപാടിൽ CPM നേതാക്കളും മറ്റ് LDFലെ കക്ഷി നേതാക്കളും രംഗത്ത് വരികയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് കല്ലിട്ടിട്ട് പോയാൽ ഈ പദ്ധതിയായി എന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പ്രതിപക്ഷമായ അല്ലെങ്കിൽ 2001 ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ടതിനെ പരാമർശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം, അവർ പറയുന്നത് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് UDF സർക്കാരിനാണ്, ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. കരാറിൽ ഒപ്പിട്ടത് 2012 ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യവും ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP ആണെങ്കിൽ കേന്ദ്രം BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതിക്കുള്ള അനുമതിയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് പറഞ്ഞ് നഗരത്തിലും വിഴിഞ്ഞത്തും, നേരത്തെ അരുൺ സോളമൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തും നഗരപ്രദേശങ്ങളിലുമെല്ലാം നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ചിത്രങ്ങൾ വെച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളും അവർ വെച്ചിരിക്കുന്നു. ആർക്കാണ് ഇതിൽ കൂടുതൽ പിതൃത്വമുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് എന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന വാദം എതിർക്കാൻ ദേശാഭിമാനി ഇന്ന് എഡിറ്റോറിയൽ